അകൃത്യങ്ങളെ ഏറ്റവും കൂടുതൽ ചെയ്ത് ജാതികളെക്കാട്ടിലും കൂടുതൽ വിഗ്രഹാരാധന നടത്തിയ ഒരാളാണ് മനശ്ശെ. മനശ്ശെയോട് കോപിച്ച് ദൈവം മനശ്ശെയെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ദേഹം മുഴുവൻ ചങ്ങലകളാൽ കിടക്കുന്ന മനശ്ശെയ്ക്ക് മാനസാന്തരം വരുന്നു. മനശ്ശെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മനശ്ശെയുടെ പ്രാർത്ഥന വളരെ മഹത്വമേറിയ ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിന് ഏറ്റവും മഹത്വം കൊടുത്ത് തന്നെത്താൻ ഏറ്റവും താഴ്ത്തി താൻ ചെയ്ത ഓരോ പാപങ്ങളും ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടാണ് മനശ്ശെ തൻ്റെ പ്രാർത്ഥന തുടങ്ങുന്നത്. ഈ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനമാണ് മനശ്ശെ തൻ്റെ രക്ഷയ്ക്കായിട്ട് തൻ്റെ യാചനകൾക്കായിട്ട് ദൈവത്തോട് അപേക്ഷിക്കുന്നത്. ഈ ഒരു പ്രാർത്ഥന വളരെ മഹത്വമേറിയ ഒരു പ്രാർത്ഥന തന്നെയാണ്. നമ്മളുടെയുമൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ദൈവത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിലും എത്രമാത്രം അകന്നിട്ടുണ്ടെങ്കിലും ദൈവത്തോട് തിരിച്ചു വന്ന് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെയും ഒക്കെ പുനഃസ്ഥാപിപ്പിക്കും എന്നതാണ് ഈ ഒരു പ്രാർത്ഥന നമ്മൾക്കും കാണിച്ചു തരുന്നത്. So come fall in love with Jesus and fall in love with the word of God.